അർദ്ധരാത്രിയിൽ രാജ്യം ഗാഢനിദ്രയിലായിരുന്നപ്പോൾ സമീപകാലങ്ങളിൽ ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലമായ പ്രതികാര ആക്രമണങ്ങളിലൊന്നായി ഓപ്പറേഷൻ സിന്ദൂർ. കാശ്മീർ പഹൽഗാമിലെ ബൈസരൺ വാലി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഉല്ലസിക്കാനെത്തിയ കുടുംബങ്ങളുടെ കണ്ണീർ വീഴ്ത്തിയ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ. പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയ ഭീകരർ കണ്ണീർ കയത്തിലേക്ക് തള്ളിവിട്ട ഭാര്യമാർക്ക് നീതി നടപ്പാക്കുക എന്നതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത്. ഉത്തർപ്രദേശ് സ്വദേശിയായ ശുഭം ദ്വിവേദിയെ വെടിവെച്ചിട്ട ഭീകരരോട് എന്നെയും കൊല്ലൂ എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ നിന്നെ വധിക്കില്ലെന്നും നിങ്ങളോട് എന്താണ് ഞങ്ങൾ ചെയ്തതെന്ന് നിങ്ങളുടെ സർക്കാരിനോട് പറയണമെന്നുമായിരുന്നു ഭീകരരുടെ മറുപടി. ഫെബ്രുവരി 12 വിവാഹിതനായ ശുഭം കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കെത്തിയതായിരുന്നു. ഭാര്യയുടെ മാതാപിതാക്കൾ, ഭാര്യ സഹോദരി എന്നിവർക്കൊപ്പമാണ് ശുഭം ദ്വിവേദി കശ്മീരിലെത്തിയത്. ഭാര്യയ്ക്കും മറ്റു 2 കുടുംബങ്ങൾക്കുമൊപ്പം രാത്രി ചെലവഴിക്കുന്നതും ജമ്മുവിലെ ഒരു ഹോട്ടലിൽ ഒരുമിച്ചിരുന്ന് യൂനോ കളിക്കുന്നതും തമാശ നിറഞ്ഞ രാത്രികൾ എന്ന കുറിപ്പോടെ ശുഭത്തിന്റെ ഭാര്യ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഭീകരരുടെ വെടിയേറ്റ് ശുഭം കൊല്ലപ്പെടുകയായിരുന്നു. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേനാ ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാൾ മധുവിധു ആഘോഷിക്കാനാണ് ഭാര്യ ഹിമാൻഷിക്കൊപ്പം കാശ്മീരിലെത്തിയത്. ഏപ്രിൽ 16 വിനയ് നർവാളും ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം. എന്നാൽ വിവാഹത്തിന്റെ 6ാം നാൾ ഹിമാൻഷിയുടെ കൺമുന്നിൽ വിനയ് ഭീകരരുടെ തോക്കിനിരയാകുകയായിരുന്നു. എറണാകുളം ഇടപ്പള്ളി സ്വദേശി ഷീലയ്ക്ക് ഭർത്താവ് എൻ രാമചന്ദ്രന് നഷ്ടമായതും ഭീകരരുടെ ക്രൂരതയിലാണ്. 10 ദിവസത്തെ യാത്രയ്ക്ക് കാശ്മീരിലേക്ക് പുറപ്പെട്ട കുടുംബം 3ാം ദിവസം തിരികെ വീട്ടിലേക്കെത്തിയത് രാമചന്ദ്രന്റെ ജീവനറ്റ ശരീരവുമായാണ്. സായുധ സേന പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു. 26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി ഇരുട്ടിന്റെ മറവിൽ 3 സേനകളും കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന രഹസ്യനാമത്തിൽ നടത്തിയ ഈ ധീരമായ ഓപ്പറേഷൻ പാകിസ്ഥാന് അപ്രതീക്ഷിതമായിരുന്നു. ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ലക്ഷ്യം വെക്കുകയും ചെയ്ത പാകിസ്ഥാൻ പാക് അധീന കശ്മീരിലെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ആക്രമണങ്ങൾ ബാധിച്ചതെന്ന് സർക്കാർ പറഞ്ഞു. 90-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി കരുതുന്നതായി ഇന്ത്യ ടുഡേ ടിവിയോട് വൃത്തങ്ങൾ പറഞ്ഞു. പ്രകോപിതരായ പാകിസ്ഥാൻ ആക്രമണത്തെ ആക്ട് ഓഫ് വാർ എന്ന് വിശേഷിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് സംഭവിച്ചത്? ഇന്ത്യ പാകിസ്ഥാനിൽ സൈനിക ആക്രമണം നടത്തിയെന്നതിന്റെ ആദ്യ സൂചന 5 വാക്കുകളുള്ള ഒരു പോസ്റ്റിലൂടെയാണ് സൈന്യം നൽകിയത്. നീതി നടപ്പായി, ജയ് ഹിന്ദ് എന്നായിരുന്നു ആ പോസ്റ്റ്. അതേസമയം പ്രഹരിക്കാൻ തയ്യാറാണ്, വിജയിക്കാൻ പരിശീലനം നേടിയെന്ന തലക്കെട്ടോടെ സൈന്യം സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോയും പുറത്തുവിട്ടു. മിനിറ്റുകൾക്ക് ശേഷം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ ഒരു ചെറിയ പ്രസ്താവന പുറത്തിറക്കി. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതും അളക്കപ്പെട്ടതും സ്വഭാവത്തിൽ വ്യാപനമുണ്ടാക്കാത്തതുമാണ്. ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും നടപ്പിലാക്കുന്ന രീതിയിലും ഇന്ത്യ ഗണ്യമായ സംയമനം പാലിച്ചു, പ്രസ്താവനയിൽ പറഞ്ഞു. വാസ്തവത്തിൽ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് വിശ്വസനീയമായ സൂചനകൾ ചൂണ്ടിക്കാണിച്ച് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി വിശദമായ ഒരു പ്രസ്താവന പുറത്തിറക്കി. ആഗോളതലത്തിൽ ആഖ്യാനത്തെ നിയന്ത്രിക്കുകയും അമേരിക്കയുടെ പിന്തുണയും നേടുക എന്നതായിരുന്നു തന്ത്രപരമായ സന്ദേശം. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂർ പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമായ മുരിദ്കെ, ഗുൽപൂർ, ഭീംബർ, ചകമ്രു, ബാഗ്, കോഡ്ലി, സിയാൽകോട്ട്, മുസാഫറാബാദ് എന്നിവയുൾപ്പെടെ 9 സ്ഥലങ്ങളാണ് ലക്ഷ്യമിട്ടത്. പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിൽ വ്യോമാക്രമണത്തിനായി ഉപയോഗിച്ചത് ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച റാഫേൽ യുദ്ധവിമാനങ്ങളും വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രയോഗക്ഷമമായ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളായ ഹാമർ ബോംബുകളുമാണ്. ആക്രമണങ്ങൾക്ക് മറുപടിയായി പൂഞ്ച് രജൌരി മേഖലയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ പീരങ്കി വെടിവയ്പിൽ 3 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. തുടർച്ചയായി 13ാം ദിവസമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. ഇന്ത്യൻ ആക്രമണങ്ങളെ ഒരു ആക്ട് ഓഫ് വാർ എന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉചിതമായ മറുപടി നൽകുമെന്ന് പറഞ്ഞു.
സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് അവകാശപ്പെട്ടു. ആക്രമണങ്ങളെ തുടർന്ന് US, റഷ്യ, UK, സൗദി അറേബ്യ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ രാജ്യങ്ങളെ ഇന്ത്യ വിവരങ്ങൾ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഭവത്തെ ലജ്ജാകരമെന്ന് വിളിക്കുകയും എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്നും പറഞ്ഞു. ധർമ്മശാല, ലേ, ജമ്മു, ശ്രീനഗർ, അമൃത്സർ എന്നിവയുൾപ്പെടെ പ്രധാന വിമാനത്താവളങ്ങളിലെ വിമാന പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു. മാത്രമല്ല, ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് സിവിലിയൻ വിമാനങ്ങളൊന്നും സർവീസ് നടത്തുന്നില്ല. കാശ്മീരിലെ ചില ഭാഗങ്ങളിലെ സ്കൂളുകളും കോളേജുകളും ഇന്ന് അടച്ചിരിക്കും.